ഹലോ ഗെയ്സ്, ഇന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു. ഞാൻ ഐഷുവിനായിട്ട് രാവിലെ നീച്ച് അവരെ രാവിലെ മദ്രസക്ക് കൊണ്ടാക്കണം. മറ്റവൾക്ക് ലീവാണ് അയ്യമ്മന്. അപ്പോൾ അവളെ മദ്രസിലൊക്കെ വിട്ടു. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് എടുക്കുന്ന ബ്ലോഗാണ്, അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ രാവിലെ കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബൈക്കുമ്മ കയറി നമ്മൾ കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കടയിലെത്തി. ഇതാണ് കട, വേങ്ങൂര് കുഴൽക്കിണറിങ്ങാണ് നമ്മളെ കട. പലചരക്ക് പച്ചക്കറി ഉള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഷട്ടറൊക്കെ ഇങ്ങനെ പൊക്കി തുറന്നുകൊണ്ട് ഉള്ളിലേക്കൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളെ കസ്റ്റമർ ശശിയേട്ടൻ വന്നു, മൂപ്പർക്ക് സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ നജീബ്ക്ക് വന്നു, പച്ചക്കറി കൊണ്ട് മൂപ്പരെ കുറച്ച് ഇങ്ങനെ ഇട്ട് കളിപ്പിച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മൂപ്പര് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ മൂപ്പര് ഏകദേശം എത്തിച്ച് വന്ന്. ഇനിയില്ല പണി അടുക്കലാണ്. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എല്ലാ സാധനങ്ങളും, ഇങ്ങനെ ഓരോരോ സെക്ഷനാക്കി ഇങ്ങനെ അടുക്കി വെച്ച്. ഇപ്പോൾ ഏകദേശം അടുക്കലൊക്കെ കഴിഞ്ഞ്. നല്ല പച്ചമാങ്ങ, കുമ്പളങ്ങ, കപ്പ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ബേക്കറി, അരി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുഞ്ഞാണിയൊക്കെ ഇങ്ങനെ മൂപ്പരെ കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മൂപ്പരോട് എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ രാവിലെ ഒരു ചായ കുടിക്കാൻ പോകണം. അത് അത്തുപ്പാക്കാൻ്റെ അവിടെ നിന്നൊരു ചായയൊക്കെ രാവിലെ ഇങ്ങനെ പോയി കുടിച്ച് ഇരിക്കുകയാണ്. ഇതാണ് അത്തുപ്പാക്ക. വൽക്കണറിനെ തന്നെയാണ് കട. പിന്നെ കടയിൽ വന്നു, കസ്റ്റമർ വന്നു, മൂപ്പര സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗംഗാധരേട്ടൻ മൂപ്പര് ചുയിങ്കൊക്കെ വാങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവേട്ടൻ വെറുതെ വന്നിങ്ങനെ വിസിറ്റ് ചെയ്തു. പിന്നെ കുമാരി ചേച്ചി വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ മിഠായിയൊക്കെ വാങ്ങി പോകുന്നുണ്ട്. ഇതാണ് കാസിമാക്കൊക്കെ ഒരു വെള്ളമൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുകയാണ്. ഇത് പിന്നെ ജയേച്ചിയാണ്, നമ്മുടെ ആശാ വർക്കറാണ് ഇവിടുത്തെ. അപ്പോൾ ഇതെന്തോ രാവിലെ തന്നെ ഫോണുമൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ റോഡൊക്കെ കാലിയാണ്. പിന്നെ ബഷീറാക്ക് ഒന്ന് കുറച്ച് പഴവും സാധനങ്ങളൊക്കെ വേണം പറഞ്ഞു, അതൊക്കെ കൊടുത്ത് പൈസയൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ രണ്ടാളുണ്ടല്ലേ, പുള്ളിയച്ചാറൊക്കെ തിന്നിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളെ കുറേ സപ്ലയർമാർ ഇതിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ ചില കസ്റ്റമറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉച്ചയായി, ഒരു നിസ്കരിച്ച സമയമായി. പിന്നെ മെയിൻ പരിപാടി ഫുഡ്, ക്യാബേജ്, അച്ചാർ, പരിപ്പ് കറി, ഇതൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റിക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ച് അതിക്ക് കറിയൊക്കെ ഇങ്ങനെ പാർന്ന്. പിന്നെ മെയിൻ പരിപാടി എന്താ, അത് കഴിച്ച് തന്നെ. പിന്നെ അത് നമ്മൾ അകത്താക്കി. പിന്നെ കസ്റ്റമർ വന്നു, മൈമലാക്കാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു. മൂപ്പര് ഈ ആഴ്ച ഇങ്ങനെ ഉംറക്കൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ തിരക്കക്കടിയാണ് തോന്നുന്നു. അതിൻ്റെ യാത്ര പറച്ചിലൊക്കെ ഇതിക്കിടയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഫുഡ് കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി ആയിട്ടില്ലേ, ഞാൻ ഫുഡ് കഴിച്ചായിരുന്നാൽ കുറച്ച് ആൾക്കാർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ആരാന്നും കാണിച്ചു തരാം. ഇതൊന്നല്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് കാക്ക, മൈന, എല്ലാ പക്ഷികളും വരും നമ്മളെ ഫുഡിൻ്റെ ബാക്കി കഴിക്കാം. പിന്നെ ഓൽക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കും. നല്ല ചൂടല്ലേ, അപ്പോൾ ഓൽക്കുള്ള കുറച്ച് വെള്ളങ്ങൾ ഇതൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയി. ഓല് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പോകും. അപ്പം നമുക്കൊരു സന്തോഷമാണ്. പിന്നെ കടയിലേക്കുള്ള ഓരോരോ ഓർഡറുകൾ ഇങ്ങനെ വരുന്നു, അവരിറക്കി വെക്കണു. പിന്നെ ശരവണേച്ചിയും കുട്ടിയും വന്നിക്കണു. ശരവണേച്ചി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മളൊരു ഇതായിട്ടില്ലേ, അവന് ഭയങ്കര മടി വീഡിയോ എടുക്കാൻ. അവൻ കാട്ടുന്നുണ്ടല്ലേ, ഇവനുണ്ടല്ലോ ഭയങ്കര മടി അവന്. അപ്പോൾ ഹെൽമെറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടു. മുസ്താഖ് അന്ന് മൂപ്പര കുറച്ച് സാധനങ്ങൾ വാങ്ങി. വേണ്ടല്ലേ, അവന് ഓർഡർ എടുക്കുകയാണ്, ഹെൽമെറ്റൊക്കെ ഇട്ടുങ്ങാണ്. എന്താല്ലേ, എന്തൊരു മടിയാണ് മനുഷ്യന്മാർക്ക്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഹോം ഡെലിവറി ചെയ്യും ഇവിടെ അടുത്ത് കൂടിയൊക്കെ. പിന്നെ ഉച്ചരിഞ്ഞ ചായ കുടിക്കാൻ പറ്റി. ചായക്കടിയത്തെ മെയിൻ വിഭവങ്ങളൊക്കെ കണ്ടോളിയും. പഴംപൊരി, ഉണ്ട, സമൂസ, മുട്ട ബജി, കട്ട്ലൈറ്റ്, പൊക്കവട, പരിപ്പട, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കുഴൽക്കിണറിങ്ങിട്ടില്ലേ, ഒക്കെ 10 റുപ്യ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റി, നല്ല ടേസ്റ്റുണ്ട്. ഇതാണ് അതിപ്പോൾ. പിന്നെ അവിടെ നിന്നൊരു ചായ ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിങ്ങനെ കുടിക്കും. ചായ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീണ്ടും കടയിലെത്തി ഓരോരുത്തർ സാധനം കൊടുന്നു. അപ്പോൾ സ്കൂൾ വിട്ടു, സ്കൂൾ കുട്ടികളിങ്ങനെ വന്നു. കുട്ടികളൊക്കെ അവർക്ക് വേണ്ടത് അവരിങ്ങനെ എടുക്കും. ലാസ്റ്റ് നമുക്ക് പൈസ കൊടുന്നു തരും. നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓരോന്നാല് നിസാമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്ത് വാങ്ങണം. അപ്പോൾ അൻസിൽ സ്കൂൾ വിട്ട് വന്നിങ്ങനെ മുട്ടായി വാങ്ങാനുള്ള വരവിലാണ്. ഇതൊക്കെ വാങ്ങണ്ടെന്ന് ചിന്തയാണ്. ഇത് ഷൺമുഖേട്ടൻ മൂപ്പര് ഈ നേരമായ കുറച്ച് നേരം ഇരിക്കും. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി പെരയ്ക്ക് പോവും. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും ഇവിടെ. ഗംഗാധരേട്ടൻ പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണതിനൊക്കെ തിരക്കിടുകയാണ്. തക്കാളി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചെറുക്കം നമ്മളെ കടൻ്റെ കൂടെ തന്നെയാണ്. ഇങ്ങനെ പേടിപ്പിച്ചാണ് ഓരോന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്തെന്നാണ്. പിന്നെ നമ്മളെ KSF-ൻ്റെ ഒരു സ്റ്റാഫാണ് ഇവർ. പൂളൊക്കെ വാങ്ങി, അവർ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പോൾ പിന്നെ ഒരു പാലൊക്കെ വാങ്ങി ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ പോവാണ്. ചെറുക്കം കണ്ടില്ലേ, നമ്മളെ നെട്ടിച്ചാണ് ഓരോന്ന് പറഞ്ഞു. ബോംബം തള്ളാണ്. ഇപ്പം കണ്ടില്ലേ, പുള്ളിയച്ചാറ് വളരെ ശ്രദ്ധയോടെ എടുക്കുകയാണ്. ഞാൻ നല്ല പേടിപ്പിച്ച് നിർത്തിക്കാണ്. അതുമൊന്ന് പൊട്ടിച്ച് വേറെ എടുത്താൽ അത് മൊത്തം കൊണ്ടുപോകേണ്ടി വരും പറഞ്ഞിരിക്കണു. അപ്പോൾ അവന് മടിയായ വീഡിയോ ഉണ്ടപ്പോൾ നമ്മളെ ചെറുക്ക ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാണ്ട് ഇങ്ങനെ പൈസയൊക്കെ തന്ന്. അപ്പോക്കിന് രാത്രിയായി. കടയിലൊക്കെ ലൈറ്റ് ഇട്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ചെറുക്കന്മാർ സാധനമൊക്കെ വാങ്ങി. ഒരു ക്യാമറ ഉണ്ടപ്പോൾ ഒരിക്കലും മടി. നമ്മൾ കടൻ്റെ ഇവിടുത്തെ ആൾക്കാരാണ്. പിന്നെ കുഞ്ഞിപ്പാക്ക ഈ നേരത്തെ ഒന്നൊരു സോഡയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കും. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് കുറച്ച് ചെറുക്കന്മാർ മുട്ടായി അങ്ങ് വരും. അല്ലെങ്കിൽ അന്തം മുട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ക്യാമറ ഉണ്ടപ്പോൾ മടിയാണ്. നമ്മളെ ചെറുക്കം സാധനങ്ങളൊക്കെ വാങ്ങി. മനോജേട്ടൻ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി. ഹാല് വേക്കലുണ്ട്. പിന്നെ കുഞ്ഞിപ്പ നമ്മളെ ലാസ്റ്റ് കസ്റ്റമറാണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. പിന്നെ കുഞ്ഞാണി ഫാമിലിയും ലാസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഒരു കട അടക്കല്ല എല്ലാ സെറ്റപ്പ് പോയി. പിന്നെ നമ്മൾ പെരയിലെത്തി. നമ്മളെ പാത്തുകൾ ഇങ്ങനെ നമ്മളെ കാത്തുക്കറി നേരായ. അപ്പോൾ അവരോട് വരാൻ പറഞ്ഞു. കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഐശു വന്നിങ്ങനെ സാധനമൊക്കെ വാങ്ങി. മറ്റുള്ളെന്തോ തെറ്റിങ്ങാണ് നിൽക്കുക തോന്നുന്നു. അല്ല തെറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഓള് സാധനം വാങ്ങി. പിന്നെ ഓല് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കും. ഓല മുട്ടായികൾ ഇതൊക്കെ. പിന്നെ അതിനുള്ള വെയിറ്റിങ്ങിലാക്കാനാണ്. അപ്പോൾ ഓരോ മുട്ടായികൾ കൊടുത്തു. മുട്ടായി ഇവിടെ മാത്രമല്ല ഇട്ടില്ലേ, അപ്പുറത്ത് കാക്കൂൻ്റെ അവിടെ രണ്ടാൾ, ഞാൻ ഇവിടെ വണ്ടീൻ്റെ സൗണ്ട് കേട്ട പോലെ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ വന്നു നിൽക്കും. പിന്നെ അവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കും നമ്മൾ മുട്ടായി. കണ്ടില്ലേ, റോവിയും എമ്മിനും ഇങ്ങനെ വരും. അപ്പോൾ അവർ ഹാപ്പിയായി ഓല മുട്ടായി കിട്ടിയാൽ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ തള്ളിയിരിക്കുകയാണ്. അയിമിന് നല്ല കാർട്ടൂൺ കാണലാണ്. പിന്നെ ഐശു ഞാനും ഇങ്ങനെ ഓരോരോ കത്തിയടിച്ച് പുളിയച്ചാറിൻ്റെ ഇതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഓളെ LSSൻ്റെ എക്സാമാണ് ഓൾക്ക്, അതിന് കൂടിയിരിക്കണം. അപ്പോൾ ഓളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒരു 10-15 മിനിറ്റൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചും ഓളിങ്ങനെ പറയും. ഓൾക്കച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല തലയിൽ കയറുകയും ചെയ്യും. അപ്പോൾ ഓളോട് കുറച്ച് നേരം ഇങ്ങനെ അതൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കും. അതൊരു രസമല്ലേ. ഞാൻ ചോദിച്ചുമ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്താ പരിപാടി എന്ന് വെച്ചാൽ കഞ്ഞിയുണ്ട്, കപ്പുണ്ട്, മത്തിയുണ്ട്. ഇതൊക്കെ കഴിച്ച് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ഓക്കെ, എല്ലാവരും